നമസ്കാരം. മൈ വേൾഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നാണ് ഞാനിപ്പോൾ നോക്കാൻ പോകുന്നത്. വളരെ പോസിറ്റീവോടുകൂടി ഇരുന്ന് കാണുക. നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം എടുക്കാം, അല്ലെങ്കിൽ വിട്ടുകളയാം. നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ എൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ്. വളരെ പോസിറ്റീവോടുകൂടി ഇരിക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ആ പോസിറ്റീവേ നിങ്ങൾക്ക് വരികയുള്ളൂ. വളരെ നല്ല ചിന്തയോടുകൂടി ഇരുന്ന് നമുക്ക് റീഡിംഗ് തുടങ്ങാം. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്, ഫോർ ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്, 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പം ഇത് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു കടുത്ത നിരാശയിലേക്കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു ഐഡിയ ഇല്ല എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഇല്ല. എന്തായാലും തെറ്റ് ചെയ്തു പോയി. അപ്പോൾ അതിൽ നിന്നും കരകയറാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെ പുറത്ത് കിടക്കാം എന്നുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. കടുത്ത നിരാശയും പ്രശ്നങ്ങളിൽ കൂടെയുമാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ചെയ്ത കർമ്മയുടെ ഫലമാണ് അവർ അനുഭവിക്കുന്നത് എന്നാണ് വീൽ ഓഫ് ഫോർച്യൂൺസിലൂടെ കാണിക്കുന്നത്. അവർക്ക് ലക്കുണ്ട്, പക്ഷേ അവരെ ഒരു കർമ്മ സൈക്കിളിൽ കൂടെയാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ തെറ്റ് ചെയ്തതിൻ്റെ കർമ്മഫലം അവർക്ക് ഒരു യൂണിവേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അവർ നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയനാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് അവരുടെ കർമ്മഫലം അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മറികടക്കുക. ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു കർമ്മഫലം നമുക്ക് കിട്ടുമല്ലോ. ആ ഒരു കർമ്മഫലത്തിൽ നിന്ന് പുറത്ത് കടന്നാലല്ലേ നമുക്കൊരു സന്തോഷം. അതിന് സ്പിരിച്വലി പ്രാർത്ഥിക്കുകയാണ് അവർ. കടുത്തൊരു നിരാശയിലാണ് അവർ എങ്ങനെ പുറത്ത് കിടക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഒരു ഐഡിയ ഇല്ല, മൊത്തം ബ്ലാങ്കായിട്ട് നിൽക്കുകയാണ്. ചെയ്യുന്നത് മൊത്തവും അബദ്ധവും കാര്യങ്ങളുമായിട്ട് നിൽക്കുകയാണ്. അപ്പം നമുക്കൊരു വചനം എടുത്ത് നോക്കാം. എന്താണ് ഭഗവാന്റെ നിനക്ക് ഉപദ്രവം ചെയ്യാത്തവരുമായി കലഹിക്കരുത്. കണ്ടില്ലേ, അത് തന്നെയാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പം നിങ്ങളോട് ചെയ്തു പോയ തെറ്റിൻ്റെ കർമ്മമായിരിക്കാം അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വചനത്തിൽ തന്നെ എടുത്തപ്പോൾ തന്നെ കണ്ടില്ലേ, പിന്നെ ആരാണോ തെറ്റ് ചെയ്തത് അവർക്ക് ഒരു ഉപദ്രവവും ഇല്ലാത്തവരുമായിട്ടാണ് അവർ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവർ പോയത്, സെപ്പറേറ്റ് ആയത്. അപ്പോൾ അതിൻ്റെ ഒരു കർമ്മഫലമാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കർമ്മഫലം ചെയ്തതിൻ്റെ കർമ്മഫലം തീരുമ്പം അവരെ ഈ യൂണിവേഴ്സ് തന്നെ നിങ്ങളിലെത്തിക്കും. അപ്പം തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണമല്ലോ. ആരായാലും ശിക്ഷ അനുഭവിക്കണമല്ലോ. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവും.